ഹായ്. എടാ ഞങ്ങളൊരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ശിവ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന ടി വി ആണ്. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയ്ക്കൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നല്ല മഴയുണ്ട്. ഈ ശരിക്കും ഞങ്ങൾ പോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അടിച്ചിരുന്നേ. പക്ഷേ ശിവ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അത് കാരണമാണ് ഞങ്ങൾ സാധനം വാങ്ങാനായിട്ട് പോയത്. അതെ, ഇവിടെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. കൊട്ടിയത്തുള്ളൊരു സൈക്കിൾ കടയിലാണ്. ശിവയ്ക്കൊരു സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ സൈക്കിൾ കടയിലെത്തി. എത്തിയ പാടെ ഉണ്ടല്ലോ, ചെന്ന് കയറി ശിവ അപ്പോഴേ അവിടെ കണ്ടൊരു സൈക്കിളിൽ കയറി ഇരിക്കുവാണ്. അപ്പം ഞാനിതൊക്കെ നോക്കുമായിരുന്നേ. എനിക്ക് ഏതെങ്കിലും ഒരു സൈക്കിൾ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയ്ക്കൊരു പഴയ സൈക്കിളുണ്ട്. അതിപ്പോൾ 2 കൊല്ലത്തിന് മേളിൽ പഴക്കമായി. അപ്പോൾ അവൻ്റെ ഓട്ടിക്കലിന് അതൊരു പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നോക്കി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ഒരു കുഞ്ഞു സൈക്കിളിലെ ബുള്ളറ്റ് പോലെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ബുള്ളറ്റിലിരിക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയുടെ സൈക്കിളിൻ്റെ കാര്യം. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു ആ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ അവനത് ഉപയോഗിച്ച് അത് തേഞ്ഞ് അതിൻ്റെ ടയറൊക്കെ മൊട്ടയായി. അങ്ങനെ അതിപ്പോൾ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. അവൻ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് അത് ഓടിക്കുന്നത്. അത് ഓടിക്കുമ്പോഴത്തേനും അവനങ്ങ് ചുമയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് ഓടിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോഴോ കൂടുതൽ സമയം ഇവൻ ടി വിക്കകത്ത് കയറി ഇരിപ്പായി. കൊച്ചിനെ കുറ്റം പറയാൻ പറ്റുമോ? അവന് വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. കളിക്കാനാണെങ്കിൽ വേറെ ആരും ഇല്ല. നമ്മൾ പുറത്തേക്ക് അധികം വിടാറില്ല. എന്നാൽ പിന്നെ ടി വി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ പഴയ സൈക്കിൾ ഒന്ന് റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കടയിൽ കൊണ്ടു കൊടുത്തപ്പോഴോ ശരിക്കും അതൊരു പുതിയ സൈക്കിൾ മേടിക്കുന്ന പൈസ തന്നെ അതൊന്ന് ശരിയാക്കി വരുമ്പോഴത്തേനാവും. അങ്ങനെയാണ് ഞങ്ങളൊരു പുതിയ സൈക്കിളിലേക്ക് വാങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ശിവയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് അവൻ. അവൻ ഓരോ ദിവസവും എണ്ണി ഇരിക്കുകയാണ് എന്നാ വാങ്ങുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് മഴയാണെങ്കിലും എന്തായാലും ഒന്ന് വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചത്. ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റീസിനോടായിരിക്കും താല്പര്യം. ശിവയ്ക്കാണെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ശീലമേ ഇല്ല. അവൻ എന്തെങ്കിലും ഇങ്ങനെ കൈ ഇങ്ങനെ വിരുവിരാന്നിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് മുറ്റത്തൊക്കെ നടന്ന് കളിക്കാനാണ് അവന് ഇഷ്ടം. ഓടിക്കളിക്കുകയൊക്കെ ചെയ്യണം. അതാ ഈ ഒരു ഹെൽമെറ്റ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. ഞാൻ ഓർക്കുന്ന ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതായത് ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ലോങ് ഡ്രൈവ് പോകുന്നവർക്കൊരു ടൈപ്പ്, അല്ലാതെ സാധാരണ വലിയ വിലയൊന്നും ഇല്ലാതെ തെർമോക്കോൾ ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. ഗേൾസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ, ഗേൾസ് സൈക്കിളിൻ്റെ. ആക്ച്വലി നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഡിഫറൻസ്, ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരേപോലെ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ ശരിക്കും ഗേൾസ് വരുമ്പം ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇന്ന സാധനങ്ങൾ വേണം, ബാസ്ക്കറ്റ് വേണോ, അല്ലെങ്കിൽ ഈ കളറായിരിക്കണോ, അല്ലെങ്കിൽ കുറച്ച് ബാബിയുടെ പടം വേണം, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും അവർ പറയുന്നത്. ഇതൊന്നും നമ്മൾ പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിലും ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലേ. ജെൻഡർ എന്ന് പറയുന്ന സാധനം അവരുടെ ആ കുഞ്ഞു മനസ്സുകളിലേക്ക് എത്രയോ നേരത്തെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഓരോ സെക്ഷൻ തിരിച്ച് സാധനങ്ങൾ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ തോന്നുന്നത്. ആ ഗേൾസിൻ്റെ സെക്ഷനിലാണെങ്കിൽ കുറേ കളറുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി കളറുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരെയും പഠിപ്പിച്ച് കൊടുക്കുന്നതാണോ എന്ന് സംശയം തോന്നും ഈ ജെൻഡറൊക്കെ. ഈ ഇരിക്കുന്ന സൈക്കിൾ കണ്ടോ, ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണെന്നാണ് പറഞ്ഞത്. ശിവയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനമല്ല. അതുകൊണ്ട് ഞങ്ങളത് മാറ്റിയത്. അങ്ങനെ വേണ്ട ഫൈനലി ഈ ഒരു സൈക്കിളിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. നമ്മുടെ ബഡ്ജറ്റ് ഇപ്രാവശ്യം ശിവയ്ക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നത് അച്ചാച്ചനാണ് കേട്ടോ. അച്ചാച്ചൻ സ്പോൺസർ ചെയ്യുന്നതാണ്. നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ, ശിവയ്ക്ക് കാലൊക്കെ എത്താൻ പറ്റുന്ന, ശിവയ്ക്ക് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശിവ അതിനെ തൊട്ട് തലോടിയൊക്കെ നിൽക്കുവാണ് കേട്ടോ. പിന്നെയും ഞങ്ങൾ കുറേ സൈക്കിളൊക്കെ, എനിക്കിതൊരു അതിശയം തന്നെയാണ് കേട്ടോ. ഞാൻ അധികം ഒന്നും പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്, സൈക്കിൾ എങ്ങനെ വേണമെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേനുണ്ടല്ലോ എത്ര വെറൈറ്റി സാധനങ്ങളായിരിക്കുന്നതെന്നറിയാവോ. കുഞ്ഞുങ്ങളുടെ ഓരോ പ്രായത്തിനനുസരിച്ച് ആ പ്രായത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേനും ഈ വെറൈറ്റിയൊക്കെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണിത് കേട്ടോ. ഈ ഒരു ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ എനർജി പാക്ഡായിട്ടിരിക്കുന്ന ഈ ബോഡിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ടി വിയുടെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഒക്കെ ഇരുത്തി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഈ എനർജി എല്ലാം കൂടെ ഈ ബോഡിയിലിരുന്ന് വിങ്ങുവാണ്. അപ്പോൾ ഇത് പുറത്ത് വരുന്നത് ചിലപ്പോൾ അവരുടെ ചില ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ ദേഷ്യം, ഭയങ്കര ഒരു ദേഷ്യമുള്ള കുഞ്ഞുങ്ങളാവും, പിടിവാശിയുള്ള ആൾക്കാരാവും,
അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ മാറാൻ സാധ്യതയുണ്ട്. അതേസമയം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവരുടെ ബോഡി ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് ആകുമ്പോഴത്തേന് ഒരേ സമയം ഇവർക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സും ഉണ്ടാകും, എനർജി അവരുടെ അനാവശ്യമായിട്ട് ബോഡിയിലുള്ള എനർജിയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവർ ഒരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുകയും ചെയ്യും. ബ്രെയിനിലൊക്കെ സപ്ലൈ ഒക്കെ കൂടുകയും അവർ ഈ പ്രോബ്ലം സോൾവിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ അവർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. അതിപ്പോൾ സൈക്ലിംഗ് തന്നെ ആവണമെന്നില്ല. ചില കുട്ടികൾക്ക് ഇഷ്ടം സ്കേറ്റിംഗ് ആണ്, മറ്റു ചില കുഞ്ഞുങ്ങൾക്ക് സ്വിമ്മിങ് ആണ് ഇഷ്ടം. അത് കുഞ്ഞിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ കരാട്ടെ അഭ്യസിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. അത് കുഞ്ഞിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഏതിലാണോ അവർക്ക് താല്പര്യമുള്ളത് ആ വഴിയിലേക്ക് നമുക്ക് അവരെ ലീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് കുഞ്ഞുങ്ങളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശിവ ഈ സൈക്കിള് ചവിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവന് കാലുവേദനയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരമായിട്ട് കാലുവേദന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു അത് സൈക്കിളൊക്കെ ചവിട്ടുന്നതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നീട് ഇവൻ വേദന കൂടിക്കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വൈറ്റമിൻ ഡി നല്ല കുറവുണ്ടെന്ന് ഒക്കെ നമുക്ക് മനസ്സിലായത്. ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേന് ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസോ ചിലപ്പോൾ പിന്നെ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് അടുത്തൊരു ഐറ്റം കൊണ്ട് നിൽക്കുകയാണ് ശിവ. ഇതോടെ വാങ്ങിത്തരുമോ അച്ചായെന്നും ചോദിച്ച്. പക്ഷെ അച്ചായി അത് നൈസായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. ശിവ ആ ക്ഷമ കെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ, ഇതെന്താ ഇത്ര താമസം എന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റും ബെല്ലും ബാക്ക് റെസ്റ്റും ഒക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇനി അധിക സമയം ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സൈക്കിളൊക്കെ ഡിക്കിയിൽ കയറ്റി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ചാച്ചനും അച്ചാമ്മയും ശിവയും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്നത്, എല്ലാവരോടും ഒരുമിച്ച് പോകുന്നത് വല്ലപ്പോഴുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച ഹോട്ടലുണ്ട്, ഹോട്ടൽ ബ്രൈറ്റ് ആണ്. അപ്പോൾ അവിടെ നല്ല സോഫ്റ്റ് അപ്പമാണ്, അതുപോലെ തന്നെ മട്ടൻ കറിക്കൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി കേട്ടോ. ശിവയ്ക്ക് എത്ര സൈക്കിൾ കണ്ടിട്ടും മതി വരുന്നില്ല. അവൻ അതിൻ്റെ സൗന്ദര്യം പിന്നെയും ആസ്വദിക്കുകയാണ്. അവൻ ചുറ്റും നടന്നിട്ട് ഈ സൈക്കിളൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ക്ഷമ പോരാഞ്ഞിട്ട് ലൈറ്റൊക്കെ കത്തിച്ചുകൊണ്ട് രാത്രിയിലൊക്കെ നമ്മുടെ വഴിയിലൊക്കെ ഇട്ടിട്ട് ഓടിക്കുകയാണ് സൈക്കിള്. അതിന് സുന്ദരിയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൊച്ചു സുന്ദരിയുടെ ബലത്തിലാണ് ഈ ഇരുട്ടത്തൊക്കെ ഓടിക്കുന്നത് അവൻ. ഇങ്ങനെ വേണ്ട സുന്ദരിയും ശിവയും കൂടെ സൈക്കിൾ കണ്ട് ആസ്വദിക്കുകയാണ്. ഇങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോഴത്തേനാണ് ശിവയ്ക്ക് പഴയ സൈക്കിളിൻ്റെ ഓർമ്മ വന്നത്. 2-3 ദിവസമേ ആയുള്ളൂ അത് ഉപയോഗിക്കാതായിട്ട്. എങ്കിലും പോയി പൊടിയാണെന്നും പറഞ്ഞ് തട്ടി തൂത്ത് വൃത്തിയാക്കി അതും കൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്